ഫുട്ബോൾ മൈതാനങ്ങളെ തന്റെ ചടുലമായ നീക്കങ്ങൾ കൊണ്ട് ആവേശം കൊള്ളിച്ച ഒരു മനുഷ്യൻ. ഒരേ സമയം ദൈവമായും ചെകുത്താനായും വാഴ്ത്തപ്പെട്ട ഒരു പേര്. ദാരിദ്ര്യത്തിന്റെ തെരുവുകളിൽ നിന്ന് ലോക കിരീടത്തിന്റെ നെറുകയിലേക്ക് അയാൾ നടന്നു കയറിയത് ഒരു ഇതിഹാസം പോലെയായിരുന്നു. വിവാദങ്ങൾ വിടാതെ പിന്തുടരുമ്പോഴും മൈതാനത്ത് അയാൾ കാട്ടിക്കൂട്ടിയ മാന്ത്രികതയ്ക്ക് മുന്നിൽ ലോകം എന്നും ആരാധനയോടെ മാത്രമേ നോക്കി നിന്നിട്ടുള്ളൂ. ബ്രസീലിന്റെ ഇതിഹാസം പെലെ തന്റെ അച്ചടക്കം കൊണ്ടും 3 ലോകകപ്പ് കിരീടങ്ങൾ കൊണ്ടും ഫുട്ബോൾ സാമ്രാജ്യം ഭരിച്ചപ്പോൾ, അർജന്റീനയുടെ ഈ 5 അടി 5 ഇഞ്ചുകാരൻ തന്റെ ഇടംകാലിലെ മാന്ത്രികത കൊണ്ട് ലോകത്തെ കീഴടക്കി. പെലെ ഫുട്ബോളിന്റെ പൂർണ്ണതയായിരുന്നെങ്കിൽ മറഡോണ ഫുട്ബോളിന്റെ ആവേശമായിരുന്നു. ഒരാൾ നിയമങ്ങൾക്കനുസരിച്ച് കളിച്ചു, മറ്റേയാൾ നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ചരിത്രം കുറിച്ചു. പന്ത് കൊണ്ട് മായാജാലം കാണിച്ച ഈ അർജന്റീനക്കാരൻ വെറുമൊരു കളിക്കാരൻ മാത്രമായിരുന്നില്ല, മറിച്ച് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ വികാരമായിരുന്നു. എന്നാൽ 2020 നവംബർ 25-ന് തന്റെ 60-ാം വയസ്സിൽ ഹൃദയാഘാതത്തെ തുടർന്ന് ആ മാന്ത്രിക പാദങ്ങൾ നിശ്ചലമായപ്പോൾ വിതുമ്പിയത് അർജന്റീന മാത്രമായിരുന്നില്ല, ഫുട്ബോളിനെ പ്രണയിക്കുന്ന ലോകം മുഴുവനുമായിരുന്നു. അർജന്റീന എന്ന കൊച്ചു രാജ്യത്തിന്റെ എക്കാലത്തെയും വികാരമായിരുന്ന, അവരുടെ ഫുട്ബോൾ ദൈവമായിരുന്ന ലോകത്തിന്റെ പ്രിയപ്പെട്ട ഡിയഗോ അർമാഡോ മറഡോണയുടെ ജീവിതകഥയാണിത്. വെൽക്കം ബാക്ക് ടു ലിറിക്സ് ഓഫ് ദ ലൈഫ്. ബ്യൂണസ് ഐറസിന്റെ പ്രാന്തപ്രദേശത്തുള്ള വില്ല ഫിയോറിറ്റോ എന്ന ചേരി പ്രദേശം. അവിടെ പട്ടിണിയോടും ദാരിദ്ര്യത്തോടും പടവെട്ടിയാണ് ഡീഗോ വളർന്നത്. തന്റെ 3-ാം വയസ്സിൽ ഒരു ബന്ധു സമ്മാനമായി നൽകിയ ഫുട്ബോളാണ് ഡീഗോയുടെ ജീവിതം മാറ്റിമറിച്ചത്. രാത്രി ഉറങ്ങുമ്പോൾ പോലും ആ പന്ത് അദ്ദേഹം മാറോട് ചേർത്ത് പിടിക്കുമായിരുന്നു. ദാരിദ്ര്യത്തിന്റെ കയ്പുനീർ കുടിക്കുമ്പോഴും ഡീഗോയുടെ ഏക ആശ്വാസം കാൽപന്ത് കളിയിലായിരുന്നു. ഒടുവിൽ എസ്ട്രെല്ല റോജ എന്ന പ്രാദേശിക ക്ലബിൽ നിന്ന് തുടങ്ങിയ ആ യാത്ര ലോസ് സെബോളിറ്റാസ് എന്ന ജൂനിയർ ടീമിലെത്തിച്ചു. അവിടെ വെച്ച് തുടർച്ചയായി 136 മത്സരങ്ങൾ തോൽക്കാതെ മുന്നേറിയ ആ കൊച്ചുബാലൻ അർജന്റീനയെ ഞെട്ടിച്ചു. 10-ാം വയസ്സിൽ സ്റ്റേഡിയങ്ങളിൽ ബോൾ ബോയിയായി നിന്നുകൊണ്ട് പന്തുകൊണ്ട് അദ്ദേഹം കാണിച്ച ജാലവിദ്യകൾ കണ്ട് കാണികൾ അത്ഭുതപ്പെട്ടിരുന്നു. ഇവനൊരു അത്ഭുത ബാലനാണെന്ന് അന്ന് തന്നെ എല്ലാവരും പറയുമായിരുന്നു. പിന്നീട് വെറും 15-ാം വയസ്സിൽ അർജന്റീനിയൻ ജൂനിയേഴ്സിനു വേണ്ടി അരങ്ങേറ്റം കുറിച്ചുകൊണ്ട് ഫുട്ബോൾ ലോകം കീഴടക്കാനുള്ള ആ മഹായാത്രയ്ക്ക് അദ്ദേഹം തുടക്കമിടുകയും ചെയ്തു. 1977 ഫെബ്രുവരി 27 അർജന്റീനയിലെ വിഖ്യാതമായ ലാംബോംബോനേറ സ്റ്റേഡിയം ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയായിരുന്നു. ഹംഗറിക്കെതിരായ സൗഹൃദ മത്സരം നടക്കുമ്പോൾ ലോകം കാത്തിരുന്ന ആ നിമിഷമെത്തി. മത്സരത്തിന്റെ 65-ാം മിനിറ്റിൽ വെറും 16 വയസ്സ് മാത്രം പ്രായമുള്ള ആ 10-ാം നമ്പറുകാരൻ മൈതാനത്തേക്ക് ഇറങ്ങി. അർജന്റീനയുടെ കുപ്പായമണിയുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. ലിയോപോൾഡോ ലൂക്കയ്ക്ക് പകരക്കാരനായി വന്ന ആ പയ്യൻ പന്ത് തൊട്ടപ്പോഴൊക്കെ സ്റ്റേഡിയം ഇളകിമറിഞ്ഞു. പക്ഷേ ആ തുടക്കം ഒരു വലിയ നോവിലേക്കുള്ള വഴി കൂടിയായിരുന്നു. തൊട്ടടുത്ത വർഷം 1978 സ്വന്തം നാട്ടിൽ നടന്ന ലോകകപ്പിനുള്ള ടീമിൽ നിന്ന് പ്രായത്തിന് എളുപ്പമാണ് എന്ന കാരണത്താൽ പരിശീലകൻ സീസർ ലൂയി മെനോട്ടി അവനെ ഒഴിവാക്കി. അന്ന് ആ കൗമാരക്കാരൻ കരഞ്ഞു തീർത്ത കണ്ണീർ ലോകം കീഴടക്കാനുള്ള ഒരു വലിയ അഗ്നിയായി അവന്റെ ഉള്ളിൽ പടരുകയായിരുന്നു. ആ നിരാശയിൽ നിന്നാണ് 1979 യൂത്ത് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ അർജന്റീനയെ കിരീടത്തിലേക്ക് നയിച്ചുകൊണ്ട് തന്റെ ജൈത്രയാത്ര അദ്ദേഹം തുടങ്ങിയത്. അർജന്റീനയുടെ നീലയും വെള്ളയും കലർന്ന ജേഴ്സിയിൽ മറഡോണ ഒരു വികാരമായിരുന്നു. 1982 സ്പെയിൻ ലോകകപ്പിൽ വലിയ പ്രതീക്ഷകളുമായി എത്തിയെങ്കിലും ബ്രസീലിനെതിരായ മത്സരത്തിൽ ചുവപ്പുകാട് കണ്ട് പുറത്താവാനായിരുന്നു അദ്ദേഹത്തിന്റെ വിധി. എന്നാൽ ആ പരാജയമായിരുന്നു 1986 ആ ഇതിഹാസ വിജയത്തിന്റെ തുടക്കം. 1986 മെക്സിക്കോ വേൾഡ് കപ്പ് അതൊരു വ്യക്തിയുടെ മാത്രം കരുത്തിൽ ഒരു രാജ്യം കിരീടം നേടിയ ചരിത്രമാണ്. ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ അദ്ദേഹം നേടിയ 2 ഗോളുകൾ ഫുട്ബോൾ ഉള്ള കാലത്തോളം ഓർമ്മിക്കപ്പെടും. ഒന്ന്, ലോകത്തെ ഞെട്ടിച്ച ദൈവത്തിന്റെ കൈ. ഗോൾ കീപ്പർ പീറ്റർ ഷിൽട്ടന് മുകളിലൂടെ കൈകൊണ്ട് പന്ത് തട്ടി വലയിലാക്കിയ ഈ ഗോളിനെ മറഡോണ വിശേഷിപ്പിച്ചത് അല്പം മറഡോണയുടെ തലയും അല്പം ദൈവത്തിന്റെ കൈയും ചേർന്ന ഗോൾ എന്നാണ്. തൊട്ടു പിന്നാലെ 6 ഇംഗ്ലണ്ട് താരങ്ങളെ വെട്ടിച്ച് 60 മീറ്റർ ഓടിക്കയറി അദ്ദേഹം നേടിയ നൂറ്റാണ്ടിന്റെ ഗോൾ. ഫൈനലിൽ പശ്ചിമ ജർമ്മനിയെ 3-2 എന്ന സ്കോറിനാണ് അർജന്റീന പരാജയപ്പെടുത്തിയത്. ഫൈനലിൽ മറഡോണ ഗോൾ നേടിയില്ലെങ്കിലും ബുർച്ചാഗയ്ക്ക് നിർണായകമായ അസിസ്റ്റ് നൽകി വിജയമുറപ്പിച്ചത് അദ്ദേഹമായിരുന്നു. മത്സരം അവസാനിച്ചപ്പോൾ തോളിലേറ്റപ്പെട്ട മറഡോണ ആ സ്വർണ്ണക്കപ്പ് ആകാശത്തേക്ക് ഉയർത്തി. അർജന്റീനയുടെ 2ാമത്തെ ലോകകപ്പ് കിരീടം. അന്ന് ലോകം തിരിച്ചറിഞ്ഞു, ഫുട്ബോൾ ഒരു ടീം ഗെയിമാണെങ്കിലും ചിലപ്പോഴൊക്കെ ഒരു മനുഷ്യന് ലോകത്തെ മുഴുവൻ തോൽപ്പിക്കാൻ കഴിയുമെന്ന്.
1990 പരിക്കുകളോട് മല്ലിട്ട് അദ്ദേഹം അർജന്റീനയെ വീണ്ടും ഫൈനലിൽ എത്തിച്ചു. എന്നാൽ ഫൈനലിൽ ജർമ്മനിക്കെതിരെ ഒരു വിവാദ പെനാൽറ്റിയിൽ അർജന്റീന തോറ്റപ്പോൾ ലോകം കണ്ടത് വിതുമ്പിക്കരയുന്ന മറഡോണയാണ്. ഫിഫ ഒഫീഷ്യലുകൾക്ക് മുമ്പിൽ നിന്ന് അദ്ദേഹം പൊട്ടിക്കരഞ്ഞ ആ ചിത്രം ഇന്നും ആരാധകരുടെ ഉള്ളിൽ ഒരു വിങ്ങലാണ്. 1994 അമേരിക്കൻ വേൾഡ് കപ്പ്. തന്റെ 34-ാം വയസ്സിൽ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് കഠിനമായ പരിശീലനത്തിലൂടെ തടികുറച്ച് പഴയ വേഗതയുമായാണ് മറഡോണ തിരിച്ചെത്തിയത്. ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ അദ്ദേഹം ഉയർത്തെഴുന്നേറ്റു. ഗ്രീസിനെതിരായ ആദ്യ മത്സരത്തിൽ ഒരു വെടിയുണ്ട പോലെ അദ്ദേഹം പായിച്ച ഗോൾ ഇന്നും ആരാധകരുടെ ഓർമ്മയിലുണ്ട്. ഗോൾ നേടിയ ശേഷം ക്യാമറയ്ക്ക് അടുത്തേക്ക് ഓടി വന്ന് ഗർജിച്ച ആ മുഖം അർജന്റീനയുടെ ആത്മവിശ്വാസമായിരുന്നു. നൈജീരിയക്കെതിരായ രണ്ടാം മത്സരത്തിലും അദ്ദേഹം തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചു. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. ആ മത്സരത്തിന് ശേഷം ഉത്തേജക മരുന്ന് പരിശോധനയ്ക്കായി ഒരു നഴ്സിന്റെ കൈപിടിച്ച് അദ്ദേഹം മൈതാനത്തിന് പുറത്തേക്ക് നടന്ന ആ കാഴ്ച ഒരു യുഗത്തിന്റെ അവസാനമായിരുന്നു. എഫഡ്രിൻ എന്ന മരുന്ന് ഉപയോഗിച്ചു എന്ന കാരണത്താൽ അദ്ദേഹത്തെ ടൂർണമെന്റിൽ നിന്ന് പുറത്താക്കി. അവർ എന്റെ കൈകൾ വെട്ടിമാറ്റി എന്ന് അദ്ദേഹം വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. മറഡോണയില്ലാതെ അർജന്റീന ആ ലോകകപ്പിൽ തകർന്നുപോയി. ആ കറുത്ത ദിനം ഫുട്ബോൾ മൈതാനങ്ങളിലെ ആ മാന്ത്രിക സ്പർശനത്തിന് വിരാമമിട്ടു. അത് വെറുമൊരു പുറത്താക്കലായിരുന്നില്ല, ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയം തകർത്ത നിമിഷമായിരുന്നു. അർജന്റീനയ്ക്ക് വേണ്ടി 91 മത്സരങ്ങളിൽ നിന്നായി 34 ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. എന്നാൽ കേവലം കണക്കുകൾക്കപ്പുറം അർജന്റീനയുടെ ആത്മാവായിരുന്നു അദ്ദേഹം. ഡീഗോ മറഡോണയുടെ ക്ലബ് കരിയർ ഒരു സിനിമാ കഥയേക്കാൾ നാടകീയമായിരുന്നു. തന്റെ 15-ാം വയസ്സിൽ അർജന്റീനോ ജൂനിയേഴ്സിലൂടെ തുടങ്ങിയ ആ പടയോട്ടം 167 മത്സരങ്ങളിൽ നിന്ന് 115 ഗോളുകൾ നേടിയാണ് അദ്ദേഹം അവസാനിപ്പിച്ചത്. പിന്നീട് തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ബൊക്ക ജൂനിയേഴ്സിലേക്ക്. അവിടെ വെച്ച് അദ്ദേഹം അർജന്റീനയിലെ സൂപ്പർ താരമായി മാറി. 1982 റെക്കോർഡ് തുകയ്ക്ക് ബാർസലോണയിലേക്ക് മാറിയെങ്കിലും പരിക്കും അസുഖങ്ങളും ആ കാലഘട്ടം ദുഷ്കരമാക്കി. എങ്കിലും റയൽ മാഡ്രിഡിന്റെ മൈതാനത്ത് വെച്ച് മാഡ്രിഡ് ആരാധകരെ കൊണ്ട് കൈയടിപ്പിച്ച ആദ്യ ബാർസലോണ താരം എന്ന നേട്ടം മറഡോണ സ്വന്തമാക്കി. എന്നാൽ ലോകം യഥാർത്ഥ മറഡോണയെ കണ്ടത് ഇറ്റലിയിലെ നപ്പോളിയിലായിരുന്നു. 1984 അദ്ദേഹം അവിടെ എത്തുമ്പോൾ നപ്പോളി തരം താഴ്ത്തലിന്റെ വക്കിലായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹം ആ ക്ലബിനെ 2 തവണ ഇറ്റാലിയൻ ലീഗ് ചാമ്പ്യന്മാരാക്കി. വടക്കൻ ഇറ്റലിയുടെ ആധിപത്യത്തെ തകർത്തെറിഞ്ഞ ആ കാലഘട്ടം നപ്പോളിയുടെ സുവർണ കാലഘട്ടമായിരുന്നു. ഇന്നും നേപ്പിൾസിലെ തെരുവുകളിൽ യേശുവിനോടൊപ്പം തന്നെ മറഡോണയും ആരാധിക്കപ്പെടും. പിന്നീട് സെവിയ്യയിലും ന്യൂവെൽസ് ഓൾഡ് ബോയ്സിലും കളിച്ച ശേഷം 1997 തന്റെ പ്രിയപ്പെട്ട ബൊക്ക ജൂനിയേഴ്സിൽ വെച്ച് ആ ഇതിഹാസ കരിയറിന് തിരശ്ശീല വീണു. കളിക്കളം വിട്ടെങ്കിലും ഫുട്ബോൾ ആവേശത്തിൽ നിന്ന് മാറി നിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഒരു പരിശീലകനായി താൻ ജീവശ്വാസം പോലെ പ്രണയിച്ച അർജന്റീന ടീമിനെ നയിക്കാൻ 2008 അദ്ദേഹം എത്തി. 2010 സൗത്ത് ആഫ്രിക്കൻ ലോകകപ്പിൽ മറഡോണ പരിശീലകനായും മെസ്സി നായകനായും എത്തിയപ്പോൾ ലോകം മുഴുവൻ ആവേശത്തിലായി. അന്ന് മൈതാനത്തിന് പുറത്ത് ഒരു പിതാവിനെ പോലെ തന്റെ കളിക്കാരെ കെട്ടിപ്പിടിച്ചും ഉമ്മ നൽകിയും പ്രോത്സാഹിപ്പിച്ച മറഡോണ ഒരു വേറിട്ട കാഴ്ചയായിരുന്നു. ക്വാർട്ടർ ഫൈനലിൽ ജർമ്മനിയോട് തോറ്റു പുറത്തായപ്പോൾ വിതുമ്പിക്കരഞ്ഞ മെസ്സിയെ നെഞ്ചോട് ചേർത്ത് ആശ്വസിപ്പിച്ച മറഡോണയുടെ ചിത്രം ഇന്നും ഫുട്ബോൾ പ്രേമികളുടെ ഉള്ളിലുണ്ട്. പിന്നീട് ദുബായിലെ അൽവാസൽ, അൽഫുജേറ, മെക്സിക്കോയിലെ ഡൊറാഡോസ്, ഒടുവിൽ അർജന്റീനയിലെ ജിംനാസിയ എന്നീ ക്ലബ്ബുകളെ അദ്ദേഹം പരിശീലിപ്പിച്ചു. ഒരു തന്ത്രജ്ഞൻ എന്നതിലുപരി തന്റെ കളിക്കാരുടെ ഉള്ളിൽ ആവേശത്തിന്റെ അഗ്നി പടർത്തുന്ന ഒരു പോരാളിയായിരുന്നു പരിശീലകനായ മറഡോണ. 2020 നവംബർ 25 ആഗോള ഫുട്ബോൾ ലോകം കേൾക്കാൻ ആഗ്രഹിക്കാത്ത ആ വാർത്ത അന്ന് പുറത്തു വന്നു. തന്റെ 60-ാം വയസ്സിൽ ഹൃദയാഘാതത്തെ തുടർന്ന് ആ ഇതിഹാസം ഈ ലോകത്തോട് വിട പറഞ്ഞു. കാൽപന്ത് കളിയിലെ ആ മാന്ത്രിക പാദങ്ങൾ എന്നേക്കുമായി നിശ്ചലമായി. അർജന്റീനയിൽ 3 ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിക്കപ്പെട്ടു. എന്നാൽ ആ വേദന അർജന്റീനയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറം നമ്മുടെ കേരളത്തിലും അന്ന് കണ്ണീർ പെയ്തു. നമുക്ക് അദ്ദേഹം വെറുമൊരു വിദേശ താരം മാത്രമായിരുന്നില്ല, മറിച്ച് ഓരോ മലയാളി ഫുട്ബോൾ പ്രേമിയുടെയും വികാരമായിരുന്നു. പെലെ ഫുട്ബോളിന്റെ രാജാവായിരുന്നെങ്കിൽ മറഡോണ അതിന്റെ വിപ്ലവമായിരുന്നു. ഏകദേശം 27 വർഷത്തെ ഫുട്ബോൾ കരിയറിൽ നിരവധി വ്യക്തിഗത പുരസ്കാരങ്ങളും അദ്ദേഹം കരസ്ഥമാക്കിയിരുന്നു. അതിൽ ഏറെ പ്രധാനപ്പെട്ടതായിരുന്നു 2000 ഫിഫ നടത്തിയ ഇന്റർനെറ്റ് വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത ഫിഫ പ്ലെയർ ഓഫ് ദ സെഞ്ചുറി അവാർഡ്. ബ്രസീൽ ഇതിഹാസം പെലെയുമായി ഈ പുരസ്കാരം പങ്കിടുകയായിരുന്നു. 1995 വരെ യൂറോപ്യൻ ക്ലബ്ബുകളിൽ കളിക്കുന്ന യൂറോപ്യൻ താരങ്ങൾക്ക് മാത്രമേ ബാലൻ ഡിയോർ പുരസ്കാരം നൽകുമായിരുന്നു. അർജന്റീനക്കാരനായതിനാൽ മാത്രമായിരുന്നു
മറഡോണയ്ക്ക് തന്റെ കരിയറിന്റെ ഉച്ചസ്ഥായിൽ നിൽക്കുമ്പോൾ ഇത് ലഭിക്കാതെ പോയത്. എന്നാൽ 1995 നിയമം മാറിയപ്പോൾ ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ മറഡോണയ്ക്ക് ഒരു ഹോണററി ബാലൻഡിയോർ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. 1986 മെക്സിക്കോ ലോകകപ്പിലെ മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബാൾ പുരസ്കാരവും ആ ലോകകപ്പിലെ തന്നെ രണ്ടാമത്തെ ഉയർന്ന ഗോൾ വേട്ടക്കാരനുള്ള ഫിഫ വേൾഡ് കപ്പ് സിൽവർ ഷൂ അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. അതുപോലെ 1979, 80കളിലെ സൗത്ത് അമേരിക്കൻ ഫുട്ബോളർ ഓഫ് ദ ഇയർ അവാർഡും 1979, 80, 81, 86 എന്നീ വർഷങ്ങളിലെ അർജന്റീനയിലെ മികച്ച താരത്തിനുള്ള ഒളിമ്പിയ ഡി പ്ലാറ്റ അവാർഡും 1987, 88കളിലെ യുവേഫ കപ്പ് ടോപ്പ് സ്കോറർ അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. അതുപോലെ 1979ലെ ഫിഫ വേൾഡ് യൂത്ത് ചാമ്പ്യൻഷിപ്പിലെ ഗോൾഡൻ ബോളും 86 ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെതിരെ നേടിയ രണ്ടാമത്തെ ഗോൾ 2002 ഫിഫ നടത്തിയ വോട്ടെടുപ്പിൽ നൂറ്റാണ്ടിന്റെ ഗോളായും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. മൈതാനത്ത് അദ്ദേഹം അവശേഷിപ്പിച്ചു പോയത് കേവലം ഗോളുകളല്ല, മറിച്ച് തോൽക്കാൻ മനസ്സിലാത്ത ഒരു ജനതയുടെ വീര്യമാണ്. ഡീഗോ മറഡോണ എന്ന ഇതിഹാസം ഇന്നും ഫുട്ബോൾ പ്രേമികളുടെ ഹൃദയങ്ങളിൽ മായാതെ തന്നെ നിലനിൽക്കുന്നു. ഫുട്ബോൾ ഉള്ളിടത്തോളം കാലം ഒരു 10ാം നമ്പർ ജേഴ്സി കാണുമ്പോഴെല്ലാം ഈ ലോകം നിങ്ങളുടെ പേര് ഉച്ചരിച്ചുകൊണ്ടേയിരിക്കും. ഫുട്ബോൾ ഇതിഹാസം മറഡോണയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു താരത്തിൻ്റെ ജീവിതകഥയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.